എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ മഞ്ഞ മുളകിന്റെ അടുത്താണ്. അപ്പൊ ഈ മഞ്ഞ മുളകിനെ അയിനാൻ മുളക്, ചക്രവർത്തി മുളക് എന്ന പേരിലൊക്കെ അറിയപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാണ് കേട്ടോ, നല്ല മണമൊക്കെ ഉള്ള മുളകാണ്. അപ്പൊ അത് ഉണ്ടായി വരുമ്പോ തന്നെ കണ്ട ഇതേപോലെ പച്ച കളറായിരിക്കുള്ളൂ കണ്ട. പിന്നെയാണ് ഇതേപോലെ കണ്ട മഞ്ഞ കളറിലോട്ട് വന്നിട്ട് പിന്നെ നല്ല മഞ്ഞ കളറായിരിക്കുള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കായ്ച്ചു കിടക്കണതും പഴുത്ത് കിടക്കണൊക്കെ കാണാൻ കറിയിലൊക്കെ ഇട്ടാലൊക്കെ നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ട് ഈ മുളകിന്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളകിന്റെ ഇനം തന്നെയാണ് ഈ മഞ്ഞമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മ ഒരുപാട് വെറൈറ്റി മുളകുകളൊക്കെ നട്ടുപിടിപ്പിക്കുക. എല്ലാവർക്കും മുളക് പല വെറൈറ്റി നട്ടുപിടിപ്പിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ പൂന്തോട്ടത്തിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഈ മുളക് വെച്ച് പിടിപ്പിച്ചാൽ ഒരു പ്രത്യേക ഭംഗിയനെ ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മ ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത്. നമ്മ ഈ പഴുത്ത് വന്ന മുളക് ഉള്ളിലെ വിത്തുകള് പാകി മുളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈ ഉണ്ടാവും. നമ്മ ഒരു മാസം കഴിയുമ്പോ നമുക്ക് പറിച്ചു നടാൻ. ഞാൻ ഇവിടെ നട്ടേക്കണേന്ന് ചേച്ചി DP-യുടെ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. നമ്മ ഇട്ട് കൊടുത്തേക്കണ വളം എന്ന് വെച്ചാല് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇടക്ക് നമ്മ കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണങ്ങളൊന്നും ഈ മുളകിന് വേണ്ടട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളക് ഉണ്ടാവും. നമ്മ ഇത് പഴുക്കണ മുളക് പറിച്ചെടുക്കണതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുളക് ഇടാം. നമുക്ക് ഒരു മുളക് മതിയായിട്ട കറിയിലൊക്കെ ഇടാനായിട്ട്. നല്ല എരിവൊക്കെയുള്ള മുളക് തന്നെയാണ്. നമുക്ക് കറിയിലൊക്കെ ഇട്ടതിനാ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ എളുപ്പം മുളക് കണ്ട ഇതേപോലെ ഉണ്ടായി വരുമ്പോ തന്നെ ഉള്ള മുളക് നമുക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പലതരം നമ്മ മുളകൊക്കെ വെച്ച് പിടിപ്പിക്കുമല്ലോ. അപ്പൊ നമുക്കിത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കറിയിലിടാൻ ചമ്മന്തി അരച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് കുറച്ച് നാള് നിക്കണ മുളകാണ് ട്ടാ, പെട്ടെന്ന് തന്നെ നശിച്ചൊന്നും പോകൂല. നമ്മ നട്ട് കഴിഞ്ഞാല് കുറെ നാള് നമുക്ക് വിളവ് വരും. പിന്നെ നമ്മ നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാള് നമുക്ക് മുളക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് വലിയ മുരടിപ്പൊന്നും വന്ന ഒരു വെറൈറ്റി ഒന്നും അല്ല കേട്ടാ ഈ മഞ്ഞമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മറ്റുള്ള മുളകിന്റെ വെറൈറ്റി പോലെ നമുക്ക് ഈ പെട്ടെന്ന് മുരടിപ്പും കുരുടിപ്പും ഒന്നും വരുമൊന്നുമില്ല. നമ്മ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വലിയ ചെലവൊന്നുമില്ലല്ലോ. അതേപോലെ നമ്മുടെ വീട്ടിലെ മീൻ കഴുകണ വെള്ളം, അരി കഴുകണ വെള്ളം, ആ വെള്ളമൊക്കെ നമുക്ക് മുളകിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ മുളക് കായ്ച്ചു കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സവാള, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ നമ്മ നന്നാക്കൂലേ, അതിന്റെ തോലൊക്കെ നമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ മുളക് ചെടികൾക്കൊക്കെ. മുളക് നന്നായിട്ട് കായ്ക്കാനും കീടങ്ങളൊന്നും വരാണ്ടിരിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് മുളക് കൃഷി ചെയ്യാനായിട്ട്. ഇവിടെ നല്ല മഴയാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈ മണ്ണിലൊക്കെ കണ്ട ഭൂമിയിലൊക്കെ നിറച്ചിങ്ങനെ വെള്ളം ഒരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഡ്രമ്മിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെയാണ് നമ്മുടെ ഇവിടെ കൃഷി പറ്റുള്ളൂ. വേണ്ട അതുകൊണ്ട് ഫുള്ള് നമ്മ ഇവിടെ ഡ്രമ്മും ചട്ടികളിലാണ് കൃഷി ചെയ്തേക്കണത്. എന്നാലും നമുക്ക് കൃഷി എന്തായാലും നിർത്തൂല. നമ്മ ഫുള്ളായിട്ട് നമ്മ ഇപ്പൊ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഈ ഡ്രമ്മൊക്കെ വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ഈ തവണ നമുക്ക് വലിയ നാശങ്ങളൊന്നും വന്നൂല. അപ്പൊ കണ്ട നമുക്ക് നല്ല ഒരു മുളകിന്റെ വെറൈറ്റി തന്നെയുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേരാണ് എന്റെ ഈ മഞ്ഞമുളകിന്റെ വിത്തൊക്കെ മേടിച്ചത്. അവർക്കൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇട്ട് തരാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടില് വച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളകിന്റെ വെറൈറ്റി തന്നെയാണ്. കാരണം ഇത് കണ്ട ഇതിങ്ങനെ പഴുത്ത് കിടക്കുമ്പോ നല്ല മഞ്ഞ കളറാണല്ലോ. നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ വരെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളകാണ്. നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിൽ നടാ, ചെടിച്ചട്ടിയിൽ നടാ, മണ്ണിൽ നട്ടു കൊടുക്കാം. വെള്ളക്കെട്ടൊക്കെ ഇല്ലെങ്കിൽ മണ്ണിലിടാം. വെള്ളക്കെട്ടൊക്കെ ഉള്ളവരെപ്പോഴും നമ്മ മുളകൊക്കെ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെയാണ് നല്ലത്. കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കാം മുളകുകളൊക്കെ. അപ്പൊ മുളകൊക്കെ എപ്പോഴും നമ്മ ഇതേപോലെ ചട്ടികളിലൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. കാണാനും നല്ല ഭംഗിയാണ്. നമുക്കത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാം. ഈ മുളകൊക്കെ കായ്ച്ചു കിടക്കുമ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും ഈ മഞ്ഞ മുളകൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി മുളക് കൃഷി ചെയ്യാനിട്ട്. അതാണ് മുളകിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടിലെ മീൻ കഴുകണ വെള്ളം, അരി കഴുകണ വെള്ളം, പയറൊക്കെ കഴുകണ വെള്ളം, അങ്ങനെ എല്ലാ ഇതും നമുക്ക് കൃഷിക്കായി പ്രയോജനപ്പെടുത്താം. അപ്പൊ എല്ലാവരും
ഈ മഞ്ഞ മുളകൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.